ഇപ്പൊ ഡെലിവറി കഴിഞ്ഞുട്ടാ. നോർമൽ ഡെലിവറി കുട്ടിയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ രണ്ടാളും സേഫ് ആയിട്ടിരിക്കുന്നു. കുഴപ്പമില്ല. ആര്യനെ കൊടുത്തിട്ടില്ല കേട്ടോ. ആര്യനെ കൊടുത്തിട്ടില്ല. ഉണ്ണി ഓക്കെയാണ്. ഉണ്ണിക്ക് എടുത്തിട്ടുണ്ട്. 3 മണി കഴിഞ്ഞിട്ടാ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണേ. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണല്ലോ കേട്ടോ. അമ്മ ആദർശം അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. വിനീതേട്ടനും നിഷു ഉണ്ണിയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ വേഗം ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ ചോദിച്ചു. കുറുക്കന്റെ കല്യാണം ഉണ്ണിയായിട്ട് കളിക്കാന്ന് പറയും. ഇപ്പൊ ഡയലോഗ് കളിക്കുന്നുണ്ടെങ്കിൽ അവരൊന്നും വേണ്ടക്ക് ഉണ്ണി വന്നിട്ട് കളിക്കാണ്ട് ആൺകുട്ടിയാന്ന് പറഞ്ഞപ്പോഴേ കുറുക്കന്റെ കല്യാണം തോന്നുന്നു. വെയിലത്തന്നെ മഴ പെയ്യാ പോണു. കുറുക്കന്റെ കല്യാണം. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കട്ടോ. ഇപ്പോഴാണ് കഴിക്കണത്. രാവിലെ തൊട്ട് നടക്കണതാണ് കേട്ടാ. അമ്മയും ചോറുണ്ടായിരുന്നുണ്ട്. എല്ലാവർക്കും 3:06. നമ്മൾ കുറച്ച് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. കുറച്ചധികം ടെൻഷൻ അടിച്ചു. കാരണം 7:30 അവളെ കയറ്റിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അവളൊപ്പം കയറിയൊക്കെ ഡെലിവറി കഴിഞ്ഞു. ഞങ്ങളൊരു 10 മണിക്കാണ് പ്രതീക്ഷിച്ച്. പക്ഷേ 1:40 ഉണ്ടായത്. അപ്പോൾ ഉണ്ണി വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അതുവരെ ഞങ്ങൾ കുറച്ച് ഇവള് മാത്രമായി കുറച്ച് ഉണ്ടാടുന്ന അവൾക്ക് അവളാണെങ്കിൽ സി-സെക്ഷൻ മതി പറഞ്ഞ കരച്ചിൽ വേറെ. സി-സെക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവള് കരയണത്. ഞാനും അമ്മയും കൂടി ഇടയിൽ ഞങ്ങളെ കയറ്റിയിട്ട് ഞങ്ങൾ കുറേ സംസാരിച്ചൊക്കെ ചെയ്തു. പക്ഷെ അവള് കരയുന്ന വേണ്ട സി-സെക്ഷൻ മതി പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാനും അമ്മയും ഇറങ്ങി. പിന്നെ അമ്മ ഒന്ന് കയറി നോക്കി. അമ്മ ഇറങ്ങുമ്പോഴും കരയാണ്. ലാസ്റ്റ് ആദർശിനെ കയറ്റി. ആദർശാണ് കൂടെ കയറി കളിട്ടോ ഡെലിവറിക്ക്. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാണ്ട് കയ്യിൽ കിട്ടണേ എന്നുള്ള പ്രാർത്ഥന എന്റെ കുട്ടിയുടെ പെണ്ണുണ്ണി പ്രതീക്ഷിച്ച് പോയതാ. അതായത് ഞങ്ങളുടെ താണൂട്ടിന്ന് പറയും. പക്ഷെ ആൾക്ക് പെണ്ണുണ്ണി വേണമെന്നാണ് ആഗ്രഹം കേട്ടാ. അല്ലേ നല്ല ഹാപ്പി അല്ലേ? കളിക്കാളായില്ലേ? സ്റ്റേജ് ഒരു കരച്ചിലൊക്കെ കാരണട്ടോ. അതിന്റെ ഇടയ്ക്ക് വിഷമം വന്നിട്ട് സ്റ്റേജിന്റെ അടുത്തിരുത്തിട്ടില്ല പറഞ്ഞിട്ട് കരച്ചിൽ കഴിഞ്ഞു. ഉണ്ണി വന്നവിടെ കരഞ്ഞിട്ട് ഞാൻ വേണ്ടി വന്നത്. അപ്പൊ എന്തായാലും ഓക്കെയാണ്. ഫുഡ് കഴിക്കട്ടെ കേട്ടാ. ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. ആര്യ വരട്ടെ കേട്ടോ. നമുക്ക് ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം 3 മണി ആയപ്പോൾ തന്നെ ചോറ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതേ ദോശ, പൂരി, പിന്നെ വിൻഷേട്ട് എന്തോ ചിക്കൻ കറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റൂ കറി ഇല്ല അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഉണ്ടായിരുന്നുള്ളൂ അവിടെ. കാരണം സമയം അത്രയും വൈകിയിട്ടുണ്ടായിരുന്നല്ലോ. നമ്മളിങ്ങനെ കിടക്കുമ്പോൾ നമുക്കാർക്കും കഴിക്കാനും പറ്റണില്ല. അതെന്തെങ്കിലും ഒന്നായിട്ട് ഞങ്ങൾ കഴിക്കുള്ളൂ വെച്ചാൽ എല്ലാവരും അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏകദേശം സെറ്റായപ്പോൾ ഞങ്ങളിതേ വന്ന് ഫുഡൊക്കെ കഴിച്ചു. അതുവരെ നമുക്ക് വിശപ്പ് അറിഞ്ഞിരുന്നില്ല കേട്ടോ. അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയം വരെ ഡെലിവറി കഴിഞ്ഞു. ഉണ്ണിയുടെ കാരണം വിശേഷങ്ങളൊക്കെ കാരണം ഉണ്ണീനെ റൂമിലേക്ക് വിടുന്നപ്പോൾ പിന്നെ എവിടുന്ന ഈ വിശപ്പ് വന്നത് ചോദിച്ചാൽ അറിയില്ല. അതുവരെ നമുക്കൊരു വിശപ്പില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കണോണ്ടാ തോന്നുന്നേ. പിന്നെ വിൻഷായിട്ട് ഇതേ ഒരു ഓംലേറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ ലൈം ജ്യൂസും എന്തോ പറഞ്ഞിട്ടുണ്ട്. അതും കുടിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ. അതൊക്കെ കുടിച്ചിട്ട് ഇനി വേണം ഉണ്ണിയുടെ അടുത്തേക്ക് പോവാൻ. ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കട്ടെ ചെയ്യണത്. ഇവിടെ നമ്മൾ നിഷേനെയും വിനീതേട്ടനെ ആക്കിയിട്ടാണ് ഇപ്പം അമ്മയും ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ പോന്നേക്കണത് കേട്ടോ. അപ്പം നമ്മളിവിടെ അടിയിലേക്ക് തന്നെ കേട്ടോ ക്യാൻറ്റീനിലേക്കാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയിട്ട് ഉണ്ണിക്ക് മറ്റേ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗോകരണം വാങ്ങിക്കൊണ്ടുവരാൻ. ഗോകരണം തന്നെയല്ലേ പറയുക. ആ ഒരു സംഭവം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും നമ്മുടെ തേജും കൂടിയിട്ട് ഇതേ ഉണ്ണിക്ക് അത് വാങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അടിയിൽ തന്നെ ബേബീസിനുള്ള ഷോപ്പ് ഉണ്ട് കേട്ടോ. ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ ഒരുവിധമൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇതേ ഗോകരണം വാങ്ങുകയാണ്. അതായത് ഉണ്ണിക്ക് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ ഇതാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം അങ്ങനെ കൊടുക്കേണ്ടി വരും പറഞ്ഞപ്പോൾ അങ്ങനെ അതും വാങ്ങിയിട്ട് നമ്മളിത് നേരെ റൂമിലേക്ക് കേട്ടാ പോണത് കേട്ടോ. പാത്രം കട്ടിയാ അങ്ങനെ റൂമിലെത്തിയിട്ട് ഇതേ അമ്മടേക്ക് നേരെ അത് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ വേണം കുറച്ച് ദിവസം കേട്ടോ. അവൾക്ക് പാലിൻ്റെ ഒരു കുറവുള്ള കാരണം ഇതിൽ ഇതാക്കിയിട്ട് വേണം കൊടുക്കണേ കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഇതേ കൊടുന്ന് വെച്ചിട്ടുണ്ട്. എന്താ പിന്നെ പിന്നെ ഇടയ്ക്ക് ഇതേ ഇങ്ങനെ ഒരു ഇരുത്താണ് കേട്ടോ. എന്തൊക്കെ ആലോചിച്ച് കൂട്ടിയിരിക്കേ. പിന്നെ നമ്മളിതേ വരുമ്പോൾ ഫുഡും വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദർശനും അമ്മയും ഇതേ അവരവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മാത്രമേ ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല കുറവായിരുന്നു ചോറ്. അപ്പോൾ ഉള്ളത് അവർക്ക് വാങ്ങിക്കൊണ്ടുവരിക ചെയ്തേ. പിന്നെ അതേ നമ്മൾ ആര്യനെ കാത്തിട്ടാട്ടോ ഇവിടെ ഇരിക്കണത്. ഉണ്ണീനെ കൊടുന്നു. ആര്യനെ കുറച്ചും കൂടി 2 മണിക്കൂർ എങ്ങാണ്ടോ കഴിഞ്ഞിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. 2 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് തോന്നുന്നു. അപ്പോൾ ഞാനും ആദർശും വിൻഷാടിനും കൂടിയിട്ടാണ് ആര്യയുടെ അവിടെ ഇരിക്കുന്നത്. ഉണ്ണിയുടെ അടുത്ത് ഇപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ട് കേട്ടോ. വല്യമ്മയും
പിന്നെ വിനീതേട്ടനും നിഷിയും അങ്ങനെ എല്ലാവരും ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ആര് വരുന്ന നേരത്ത് ഇന്ന ആർക്കും വേണ്ടേ എന്ന് വിചാരിക്കില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇതേ ബാക്കിലല്ല നമ്മുടെ ലേബർ റൂമിൻ്റെ അവിടെ ഇരിക്കട്ടെ. കുറേ നേരം ഇരുന്ന് പോസ്റ്റ് അടിച്ചു വിട്ടാൽ. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് നേഴ്സുമാരെന്നെ വന്ന് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തോ, പൊക്കോ, അവളെ ഇറക്കാറാകുമ്പോൾ വിളിക്കാം, അപ്പോൾ പോന്നാൽ മതിയെന്ന്. കാരണം നമ്മുടെ തേജു ഇത് ഇവിടെ കിടന്ന് ഉറങ്ങി കേട്ടോ. നമ്മൾ നേരെ ഫാനിൻ്റെ ചോടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ചെരിഞ്ഞ് കുട്ടി അവിടെ കിടന്ന് നല്ല ഉറക്കം ഉറങ്ങി. അപ്പോൾ ഇങ്ങനെ കിടക്കണ കണ്ടിട്ടാണ് തോന്നുന്നു കേട്ടോ. ഞങ്ങളുടെ നേഴ്സ് പറഞ്ഞു പൊക്കോ, ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പതുക്കനെ അവനെടുത്ത് പോവാട്ടെ ചെയ്യുക. കുട്ടി നല്ല ഉറക്കമാണ്. എങ്ങനെ ഉറക്കമില്ലാണ്ടിരിക്കാന്നറിയോ, ഇന്നലെ തലേന്ന് 4 മണിക്ക് ഇവൾക്കൊരു ചെക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ആ സമയത്ത് 3:30 തേജു എനിട്ടുണ്ട്. ആദ്യം തേജു എനിട്ടുണ്ട്, പിന്നെ ആയിരിക്കും ചിലപ്പോൾ ആര്യം എനിട്ടിട്ടുണ്ടാവുക. അപ്പോൾ അവനായിരുന്നു കൂടുതൽ. എനിക്ക് തന്നെ അതിശയമായിട്ട് അവൻ എനിക്കിന് കണ്ടപ്പോൾ എല്ലാത്തിനും മുന്നേ ഓടി വരും. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു റൂമിൽ അമ്മയ്ക്കില്ല, അവിടെ കിടന്നുണ്ണിയെ പറയുമ്പോഴും കേൾക്കില്ല, പിന്നാലെ വരും കേട്ടോ. അങ്ങനെ ഇതേ ഉണ്ണീനെയും കൊണ്ട് ഇതിപ്പോൾ എന്തിനാ വന്നു വെച്ചിട്ട് അറിയില്ല കേട്ടോ, ഓർമ്മയില്ല. കുറേ ദിവസമായില്ല, ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ഉണ്ണിക്ക് പാലും എടുക്കാൻ അങ്ങനെ എന്തിനാ തോന്നുന്നു കേട്ടോ. ഉണ്ണീനെ ഇടയ്ക്ക് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഉണ്ണിയും കൊണ്ട് റൂമിലേക്ക് പോവും. ഇനി അവളും വരും കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ. പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ കുറേ വീഡിയോസൊന്നും നടന്നെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കൂടുതലും ആര്യയുടെ ഫോണിലാട്ടോ അവൾക്കുള്ള വീഡിയോസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം അവളുടെ ഓരോ മൊമെന്റ്സ് അല്ല. അപ്പോൾ ഞാൻ അവൾക്കുള്ള വീഡിയോസ് കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഉണ്ണി ആയി എന്നുള്ള ആകാംക്ഷയിൽ ഇങ്ങനെ ആയി എന്ന് പറഞ്ഞിട്ട് എടുത്തതാട്ടോ. പിന്നെ ഒരു 4:30-5 മണിക്ക് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അമ്മ ഇതേ ചായയൊക്കെ വെച്ചിട്ട് നമുക്ക് തരിക കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിച്ചില്ല, ഞാൻ ഇതേ വീഡിയോ ഇങ്ങനെ എടുക്കുന്നതാണ്. പിന്നെ വിൻഷേട്ടനും ഇവരൊക്കെ ഇതേ ചായ കുടിക്കുന്നുണ്ട്, റീനമ്മയും എല്ലാവരും ഇതേ ചായ കുടിക്കുന്നുണ്ട്. നമുക്കൊക്കെ ഒരു സമാധാനം എന്താ വെച്ചാൽ കഴിഞ്ഞുമല്ലോ, ഒരു കുഴപ്പമില്ലായിട്ട് രണ്ടാളും ഓക്കെ ആയി കിട്ടിയപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. അങ്ങനെ അതേ ആര്യനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾ ഷോർട്സിൽ അവരുടെ വീഡിയോയിലെ കണ്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതേ അവരേനെ കൊടുന്നു. ഇനിയിപ്പോൾ ഇതേ ഉണ്ണീനൊക്കെ കാണിച്ചു. പിന്നെ അവളേനതേ അമ്മ മേലൊക്കെ തുടച്ചതേ ഡ്രസ്സൊക്കെ മാറ്റി ഇതേ ആളേനെ ഓക്കെ ആയിട്ട് ഇരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് എന്താ ഫുഡ് കൊടുക്കുക തോന്നുന്നു. അതിൻ്റെ ഇടയിൽ രാത്രിയാകുമ്പോൾ നമ്മുടെ അഞ്ജുവിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അഞ്ജുവിൻ്റെ അനിയത്തിയും അഞ്ജുവിൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും കൂടിയിട്ട്. ഞാനല്ല കേട്ടോ, ഞാൻ ഈ സമയത്ത് കുളിക്കിടന്നു. അപ്പോൾ ആ സമയത്തായിരുന്നു ഇവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുത്തേക്കുന്ന ആൾ നമ്മുടെ വിൻഷേട്ടനാണ് കേട്ടോ. ആദർശാണെങ്കിൽ നേരം പോലെ ഫുഡൊന്നും കഴിച്ചിരുന്നില്ല കേട്ടോ. അപ്പം അമ്മ വല്യമ്മ അതേ അവന് കഞ്ഞി ആക്കിയിട്ട് കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. പ്രീണമ്മ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് തോന്നുന്നു. അവന് കഞ്ഞി പോലെ മതിയെന്നും പറഞ്ഞിട്ട് വെള്ളത്തോടക്കനെ കോരി കുടിക്കാനാ പറഞ്ഞിട്ട്. അപ്പം അത് കഴിക്കാൻ തോന്നുന്നു. പിന്നെ അതേ നമ്മുടെ മാളു, നമ്മുടെ എന്താ അതേ ഉട്ടൻ, സുമിമേമ, അച്ഛമ്മ, എൻ്റെ അച്ഛമ്മ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അർജു, അങ്ങനെ എല്ലാവരും ഇതേ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സമയത്തൊന്നും ഞാനില്ലേ, ഞാൻ കുളിക്കുക കേട്ടോ അപ്പുറത്ത്. അതാണ് എനിക്കൊരു ഐഡിയ ഇല്ലേ. കാരണം കുറേ ക്ലിപ്സൊക്കെ വിൻഷേട്ടനെ എടുത്ത് തോന്നുന്നു. ഞാൻ പിന്നെ അങ്ങനെ കുറേ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഹോസ്പിറ്റലിൽ കുറച്ച് നമ്മുടെ അടുത്തായതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധക്കാർക്കൊക്കെ വരാൻ അടുത്ത് തന്നെയാണ് കേട്ടോ. എനിക്ക് കുറച്ച് ലോങ് ആണ്. നമ്മളിവിടെ പാലക്കാട് പട്ടാമ്പിയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വന്നത്. പിന്നെ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ആരുടെ ഡെലിവറിക്കുള്ള ഒപ്പം ഹോസ്പിറ്റലിൽ ഉണ്ടാവണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം ഇപ്പം എൻ്റെ ഒരു ഡെലിവറി ടൈമിൽ എന്ന് പറയുമ്പം കൊറോണ ടൈം ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല. വിൻഷേട്ടൻ്റെ അമ്മയും എൻ്റെ അമ്മയും മാത്രമായിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പിന്നെ അങ്ങനെ ആടുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആരുടെ ഡെലിവറി ആകുമ്പോൾ എനിക്ക് എന്തായാലും ഒപ്പം ഉണ്ടാവണം. പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടും ആര്യ അടന്നവിടൊക്കെ തേജുവിൻ്റെ എല്ലാ കാര്യങ്ങളും ആര്യന്നെ അടന്നു ചെയ്ത് കിടന്നു നോക്കി കിടന്നു മൊത്തം ആര്യ അടന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവളുടെ കൂടെ ഇപ്പോൾ നിൽക്കാൻ പറ്റില്ല വീട്ടിലേക്ക് കൊടുന്നു കഴിഞ്ഞാൽ. കാരണം അറിയാമല്ലോ, ഇപ്പോൾ നമുക്കും എനിക്കിവിടെ തേജു വിൻഷേട്ടനും നമുക്കൊരു ഫാമിലി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടേതായ കാര്യങ്ങളുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. പിന്നെ തേജുവിൻ്റെ വെക്കേഷൻ ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് പോയി വരാമെന്നുള്ളൊരു സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ ഡെലിവറിക്ക് ഹോസ്പിറ്റലിൽ അവരുടെ കൂടെ അവിടെ ഉണ്ടാവണം എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഡെലിവറി കഴിഞ്ഞ് വരുമ്പോഴും നമ്മളുള്ള ടൈമിൽ തന്നെ അവളുടെ ഡെലിവറി ഉണ്ടാവണേന്ന് എനിക്ക് പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഞായറാഴ്ച എന്തായാലും പോരും, തിങ്കളാഴ്ച തൊട്ട് ക്ലാസ് ഉണ്ടല്ലോ. ഇനിയിപ്പോൾ അതെങ്ങാനും കഴിഞ്ഞിട്ടായി എനിക്ക് ആ സമയത്ത് നിൽക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കറക്റ്റ് എന്താ പറയുക, 2 ദിവസം തേജുവിൻ്റെ ക്ലാസ് കളഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് സന്തോഷമായിട്ടാണ്. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നല്ലോ ഡെലിവറിയുടെ ടൈമിൽ, അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതേ മേമയും ഇവരൊക്കെ ഇതേ പോവുകയാണ് കേട്ടോ. അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മാമ്മ വന്നിട്ടുണ്ട്. അതായത് മാളുവിൻ്റെ അച്ഛമ്മയാണിത്. അപ്പോൾ അവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ അവരാണ് യാത്രയൊക്കെയാണ് പുറത്തേക്ക് വന്നിട്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മളെന്താ മോളിക്ക് പോകും. ഞാൻ അങ്ങനെ കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് ക്ലിപ്പുകൾ ഇങ്ങനെ എടുത്തു. പിന്നെ എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. പിറ്റേന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. അപ്പം അങ്ങനെ അവരും പോയി. അപ്പം എന്തായാലും ഭയങ്കര സന്തോഷം കേട്ടോ. നിങ്ങൾ കുറേ പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ, ബന്ധക്കാരേക്കാൾ കൂടുതൽ ബന്ധക്കാർ ചോദിച്ചില്ല ഇല്ല എന്നല്ല കേട്ടോ. പക്ഷേ എത്രയോ ആൾക്കാർ നമ്മളെ കാണാത്തവർ പോലും മെസ്സേജ് അയച്ചിട്ടും കോൾ ചെയ്തിട്ടും കമൻസും ഒക്കെ വന്നിട്ട് ആയിരിക്കും എന്തായി ഉറക്കില്ല. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അതിശയം പോലെ. വിൻഷേട്ടനൊക്കെ ഭയങ്കര അതിശയം. എന്തോ ഒരു ഫാമിലി ബോണ്ട് പോലെ നമുക്ക് തോന്നിയിട്ടാണ്.
അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞങ്ങൾ പോണത് ഇപ്പോൾ തേജുവിന് ഫുഡ് വേണം പറഞ്ഞിട്ട് ഫുഡ് വെച്ച് നമ്മൾ ഫുഡ് കഴിച്ചു തോന്നുന്നു. എനിക്ക് കുറേ ക്ലിപ്പ് എടുക്കാത്തതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ കേട്ടോ. അപ്പോൾ തേജുവിന് എന്തോ വിൻഷാട്ടിനോട് കുറേ ദിവസമായിട്ട് അവർ KFC വാങ്ങി തരുമോ ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് അത് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതേ പോകാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് എവിടെ നമുക്കിങ്ങനെ ഷോപ്പൊന്നും ഇവിടെ അറിയില്ല കേട്ടോ, തീരെ അറിയില്ല. കാരണം നമ്മൾ ഇവിടേക്ക് അങ്ങനെ വരവൊന്നും ഇല്ലല്ലോ. അങ്ങനെ നമ്മളിവിടുത്തെ കുറച്ചങ്ങോട്ട് പോയപ്പോൾ തന്നെ നമുക്കൊരു ഷോപ്പ് കണ്ടു കേട്ടോ. അങ്ങനെ ഇതേ കുട്ടി പറഞ്ഞ പോലെ അത് കാത്തിട്ടാണ് ഇരിക്കണത്. അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഓരോ ആഗ്രഹങ്ങൾ വരും. സംഭവം നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാത്തവരൊന്നും അല്ല കേട്ടോ, നമ്മൾ പുറത്തേക്ക് പോയാൽ ഫുഡ് കഴിക്കുന്ന ആളാണ്. പക്ഷേ ഇങ്ങനത്തെ ഐറ്റംസ് കുറച്ച് കുറവാണ്. അപ്പോൾ ഇങ്ങനെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ നമ്മളത് വാങ്ങിക്കൊടുക്കാണ്ടിരിക്കാറില്ല കേട്ടോ. നമ്മളങ്ങോട്ട് പറ്റണതാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. തേജുവിന് പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അവന് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ട്, പറ്റാത്തതുകൊണ്ടാണ്, പക്ഷെ പറ്റണത് നമ്മൾ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പം അത് വാങ്ങി നമ്മൾ കഴിക്കാതിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളാണെങ്കിൽ 2 പീസ് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് പോകണം. പക്ഷെ 2 പീസായിട്ട് അങ്ങനെ കിട്ടിയില്ല. ഇവിടെ അങ്ങനെ കണക്കുണ്ടാവില്ല, അതിനനുസരിച്ചിട്ടേ കിട്ടുള്ളൂ. അപ്പം എന്തായാലും കുട്ടി കഴിച്ചിട്ടുണ്ട് കേട്ടോ. അവൻ ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അവ അത് വയറ് നിറച്ച് കഴിക്കാറുണ്ട്. അത് ഒരു പതിവാണ് കേട്ടോ. പിന്നെ കുറച്ച് ഞങ്ങളും കഴിച്ചു കേട്ടോ. അപ്പം അവൻ്റെ വയറ് നിറപ്പിച്ചു നമ്മൾ. കുട്ടീനെ ഹാപ്പി ആക്കിയിട്ട് നമ്മൾ ഇതേ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. അവിടെ അവർ ആദർശ് ഇവരൊക്കെ ഫുഡ് കഴിക്കാൻ പോയേക്കായിരുന്നു. പിന്നെ ഇവന് ഇത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വഴിക്കും പോകുന്നു, അവർ ആ വഴിക്കും കേട്ടോ പോയത്. പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ട് അച്ഛനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ അച്ഛനും വിൻഷാട്ടിനും കൂടി വീട്ടിലേക്ക് പോവാട്ടോ. അച്ഛൻ കാത്തിക്കായിരുന്നു വിൻഷാട്ടിനെ. ഇവർ രണ്ടുപേരും വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിൽക്കുന്നു. പിറ്റേന്ന് ദിവസം രാവിലെ ആയിട്ട് അച്ഛനും വിൻഷാട്ടിനും വരുള്ളൂ. ഇവർ അവിടെ കിടക്കുള്ളൂ. നമ്മളൊക്കെ ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുകട്ടോ ചെയ്യാം. ഇവർ വീട്ടിലും കിടക്കുകയെ. അപ്പോൾ ആദർശനോട് ഞങ്ങൾ പോകണമെങ്കിൽ പൊക്കെ ഒന്ന് സുഖമായിട്ട് ഇപ്പോൾ എന്തായാലും ഉണ്ണിക്കായില്ല. അപ്പോൾ അവന് പോകാൻ തീരെ പറ്റില്ല. അറിയാലോ, അവനോട് നമ്മളൊരു ഇതിന് പറഞ്ഞു എന്നുള്ളൂ. പക്ഷെ അവൻ പോവില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. കാരണം ഉണ്ണിയായിട്ട് എന്തായാലും അവൻ പോകുന്നുണ്ടാവില്ല. അങ്ങനെ ഞങ്ങളിത് ഓരോരുത്തരായിട്ട് ഓരോ മുക്കിൽ കിടക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ആര്യ മുകളിൽ കിടത്തിയിട്ട് ആര്യനും ഉണ്ണീനെയും ഞാനും നമ്മുടെ തേജും കൂടിയിട്ട് ഇത് ഇവിടുത്തെ സോഫയിലാട്ടാണ് കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സ്പോട്ട് ആരുടെയാണ്, ആര്യക്ക് കിടക്കുക ഏറ്റവും സുഖമുള്ളത് ഈ സോഫയിലാന്ന് എപ്പോഴും പറയാറ് കേട്ടോ. പിന്നെ അമ്മി റീനമ്മി അവരും ആരിക്കുന്ന മരുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൊടുത്തിട്ട് നമ്മളിതെല്ലാവരും ഓരോരുത്തരും ഉള്ളതിൽ എന്താ പറയുക, ഒരുമ ഉണ്ടെങ്കിൽ കേമിങ് കിടക്കാന്ന് പറയില്ലേ, അതേപോലെ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും ഓരോ മുക്കിൽ കിടക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ കൂടുതലും ആരുടെ വ്ളോഗിലായിരിക്കും. കാരണം ആരുടെ ഫോണിലാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അവളുടെ ഫോണിൽ കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.